ഹായ് ഫ്രണ്ട്സ്, DIY എവറിത്തിങ് ഹോം മെയ്ഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ദിവാലി സ്പെഷ്യൽ റൂം ഡെക്കോറാണ്. നമ്മൾ ഓൾറെഡി ഒരു ദിവാലി സ്പെഷ്യൽ ലാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് വേണ്ടിയിട്ട് വീഡിയോൻ്റെ റൈറ്റ് കോർണറിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാത്തവർ കാണണം. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ആവശ്യം ഒരു തിൻ കാർഡ്ബോർഡ് ഷീറ്റാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നോട്ട്ബുക്കിൻ്റെ കവർ പേജാണ്. ഞാൻ എന്നിട്ട് അതിൻ്റെ ഒരു വശം വൈറ്റ് ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്, A4 ഷീറ്റ് വെച്ചിട്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഡ്രോയിങ് വരയ്ക്കുക എന്നുള്ളതാണ്. ഈ ലേഔട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് പിക്ചർ കിട്ടുന്നതായിരിക്കും. ഇതിലെ ഡോട്ടഡ് ലൈൻസ് ഒഴിച്ച് ബാക്കി എല്ലാ സോളിഡ് ലൈൻസും നമ്മൾ കട്ട് ചെയ്തെടുക്കണം. സോ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്തതിൻ്റെ അകത്തുള്ള ഡോട്ടഡ് ലൈൻസ് ഉള്ള പോർഷൻ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഫോൾഡ് ചെയ്യുമ്പോൾ എല്ലാം അകത്തേക്ക് ഫോൾഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. സോ ഇനി ഒരു കളർ ഷീറ്റ് എടുക്കാം. നമുക്ക് എന്നിട്ട് 4 ട്രയാങ്കിൾസിൻ്റെ ട്രേസ് ഔട്ട് എടുക്കാം. സോ നമ്മുടെ ട്രയാങ്കിൾസ് കട്ട് ചെയ്തെടുത്തു. സോ ഞാൻ ഈ ട്രയാങ്കിളിനേക്കാൾ 1 സെൻറ്റിമീറ്റർ ബിഗർ ട്രയാങ്കിൾസ് ബോർഡേഴ്സ് വരച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഔട്ടർ ട്രയാങ്കിൾ ആയിരിക്കണം. സോ നമുക്ക് ട്രയാങ്കിൾസ് കട്ട് ചെയ്തെടുക്കാം. സോ നമ്മുടെ ട്രയാങ്കിൾസ് ഇപ്പോൾ റെഡിയാണ്. അപ്പോൾ 4 എണ്ണം ഒരേ കളർ അടുത്തടുത്ത് വരാത്ത രീതിയിൽ നമുക്ക് ഏത് പാറ്റേണിൽ വേണമെങ്കിലും അത് സ്റ്റിക്ക് ചെയ്യാം. സോ നമുക്കത് സ്റ്റിക്ക് ചെയ്ത് ഇതിനകത്ത് ആഡ് ചെയ്യാം. ട്രയാങ്കിൾസ് സ്റ്റിക്ക് ചെയ്ത് കഴിയുമ്പോൾ എഡ്ജസ് ചിലപ്പോൾ പുറത്തേക്ക് നിൽക്കും. അത് കട്ട് ചെയ്ത് കളയാൻ നിങ്ങൾ മറന്നു പോകരുത്. ഓറഞ്ച് കളർ പേപ്പർ വെച്ച് ചെയ്തതുപോലെ നമുക്ക് യെല്ലോ കളർ പേപ്പർ വെച്ച് ബാക്കി 4 ഹോൾസും ഫില്ല് ചെയ്യാം. ഇതേ പാറ്റേൺ ഫോളോ ചെയ്ത് ഒരു ഷീറ്റും കൂടി നമ്മൾ ഇതുപോലെ ഉണ്ടാക്കണം. സോ ഞാനിവിടെ രണ്ടും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് സ്റ്റിക്ക് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ എഡ്ജസ് ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ളൊരു എഡ്ജസാണ് യൂസ് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് ഫെവിക്കോൾ വെച്ച് സ്റ്റിക്ക് ചെയ്യാം. അതിനുശേഷം സെല്ലോ ടേപ്പ് വെച്ച് ഒന്നുകൂടി അതിൻ്റെ പുറത്തൊരു ലെയർ കൊടുക്കാം. അപ്പോൾ നമ്മൾ സെല്ലോ ടേപ്പ് ചെയ്തു. ഇനി അടുത്തത് സെയിം പോലെ തന്നെ നമുക്ക് ബാക്കി 2 അറ്റവും കൂടി ഒട്ടിക്കണം. ഇനി നമുക്ക് ടോപ്പ് പോർഷൻ കവർ ചെയ്യണം. അത് നമുക്ക് കളർ പേപ്പർ വേണമെങ്കിൽ കളർ പേപ്പർ യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു 13x13 സെൻറ്റിമീറ്ററിൻ്റെ 2 സ്ക്വയർ ഷീറ്റ്സാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കതാദ്യം ഫെവിക്കോൾ വെച്ച് സ്റ്റിക്ക് ചെയ്യാം. ഇനി നമുക്ക് 4 സൈഡ്സും സെല്ലോ ടേപ്പ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാം. സോ നമ്മളൊരു വശം കവർ ചെയ്ത് കഴിഞ്ഞു. അടുത്ത വശം കവർ ചെയ്യുമ്പോൾ എല്ലാ വശത്തും കവർ ചെയ്യണ്ട. ആകെ ഒരു സൈഡ് മാത്രമാണ് നമ്മൾ കവർ ചെയ്യുന്നുള്ളൂ. നേരത്തെ ചെയ്ത പോലെ സെല്ലോ ടേപ്പും ഫെവിക്കോളും യൂസ് ചെയ്ത് നമുക്കത് സ്റ്റിക്ക് ചെയ്യാം. ഇത് ഒരെൻഡിൽ മാത്രം കവർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ലൈറ്റ് ആഡ് ചെയ്യുമ്പോൾ അത് നമ്മൾ ഈ ഹോളിലൂടെയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് LED ലൈറ്റോ ലാമ്പോ യൂസ് ചെയ്ത് ഇതിനെ ലൈറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. വളരെ കുറച്ച് ഐറ്റംസ് യൂസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റൂം ഡെക്കോറാണിത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ ബെല്ലൈക്കൺ ഞെക്കണം. അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടൻ വരുന്നതായിരിക്കും. സോ അതുവരേക്കും ബൈ ബൈ.